എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു 2 മണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഏറ്റവും കുറഞ്ഞ ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും അകത്തോട്ട് നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ചിരിക്കത്തുള്ളൂ. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ചിക്കൻ്റെ മസാല റെഡിയാക്കുമ്പം അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഷാജീരകം, 1 ടീസ്പൂൺ കുരുമുളക് എരിവ് അനുസരിച്ച് എടുത്താൽ മതി, 2 ചെറിയ കഷ്ണം പട്ട, വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി, 2 ഏലയ്ക്ക, 3 ഇതള് തക്കോലം, ഒരു 3 ഗ്രാമ്പൂ ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ മസാല പൊടിച്ച് ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ ഗരം മസാല മതിയാവും 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ മതി. ഇതിപ്പോൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 മീഡിയം സൈസായിട്ടുള്ള സവോള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇപ്പോൾ സവോള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിനകത്തോട്ട് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ചേക്കുന്ന ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, ചിക്കൻ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് നല്ലപോലെ വേവട്ടെ. അപ്പോഴായിരിക്കും നമുക്ക് ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഗ്രേവിയും കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് ഗ്രേവിയേ ഉള്ളൂ. ഞാൻ ഈ ഒരു പാകത്തിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് റൈസ് ലെയർ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ റൈസ് ലെയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ലെയർ റൈസിൽ കുറച്ചുകൂടി നല്ലപോലെ മസാല പിടിക്കും. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലപോലെ മസാല കിട്ടും. അപ്പം അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് മാത്രം റൈസ് ലെയർ ചെയ്താൽ മതി. ഇനി നമുക്ക് റൈസ് വെച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പം ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കുന്ന രീതിയിലായിരിക്കണം. അതിനകത്തോട്ട് നമുക്ക് ഒരു ബിരിയാണി ഇലയും 2 ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരിയും കൂടി വാർന്നെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടപ്പ് മാറ്റിയിട്ട് ബാക്കി അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അരി ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട, ഒരു 1/4 വേവിൽ നമുക്ക് ഊറ്റിയെടുക്കാം. അരി ഇപ്പോൾ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇത് ഊറ്റുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നിച്ചൂറ്റിയെടുക്കണ്ട, നമുക്ക് കുറേശ്ശെയായിട്ട് കോരിയിട്ട് നമ്മുടെ മസാലയുടെ മുകളിലോട്ട് ലെയർ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ലെയർ ചെയ്യാണ്. ഇതിന് മുകളിൽ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ബാക്കിയുള്ള റൈസും കൂടി ലെയർ ചെയ്തെടുക്കാം. ഇപ്പോൾ റൈസ് ഫുൾ ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ഫ്രൈഡ് ഓണിയൻസും നട്ട്സും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട. ഇത് ചേർക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാകത്തില്ല. നല്ലൊരു യെല്ലോ കളർ കിട്ടുകയും ചെയ്യും. അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ദം ചെയ്യാനായിട്ട് വെക്കാം. അലൂമിനിയം ഫോയിലിന് പകരം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ മാവ് റെഡിയാക്കിയിട്ട് പാത്രത്തിന് ചുറ്റും ഒന്ന് കവർ ചെയ്താലും മതി. എന്നിട്ട് ഈ പാത്രം എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു തവയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇത് റെഡിയായി ഇരിപ്പുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ റൈസൊക്കെ ഒന്നും കൂടി ഒന്ന് ഉറയ്ക്കും. എന്നിട്ട് സെർവ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.